ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് വിൽ ആൻഡ് വുഡ്. ഈ രണ്ട് വാക്കുകളും ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ്, പിന്നെ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് മിസ്റ്റേക്ക് ഇല്ലാതെ, ഇതൊക്കെയാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ലെസൺ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ ലെസൺ ഇഷ്ടപ്പെട്ടാൽ ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം വിൽ ആൻഡ് വുഡ്, ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണ്? വിൽ ആൻഡ് വുഡ് എന്ന രണ്ട് വാക്കുകൾ, രണ്ട് മോഡൽ വേർബ്സ് തമ്മിൽ 3 മെയിൻ ഡിഫറൻസസ് ആണ് ഉള്ളത്. ആദ്യം നമുക്ക് വിൽ ആൻഡ് വുഡ് ഇതിൻ്റെ ബേസിക് യൂസ് എന്താണ് എന്ന് നോക്കാം. വിൽ എന്നത് ഫ്യൂച്ചർ ടെൻസിൽ ആണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിലെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതാവാം, നമ്മൾ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങളില്ലേ അതാകാം, അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാവും, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയാം. നാളെ രാത്രി 8 മണിക്ക് ഞാൻ തായ്ലൻഡിലായിരിക്കും. ഇതൊരു പ്രഡിക്ഷനാണ് അല്ലേ? ചിലപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡിയായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറയാമല്ലോ, നാളെ രാത്രി 8 മണിയാവുമ്പോൾ ഞങ്ങൾ തായ്ലൻഡിൽ ആയിരിക്കും എന്ന്. അപ്പോൾ നമുക്ക് പറയാം വി വിൽ ബി ഇൻ തായ്ലൻഡ് ബൈ 8 PM ടുമാറോ. ഞങ്ങൾ തായ്ലൻഡിൽ ആയിരിക്കും. നോക്കൂ, വില്ലിൻ്റെ ഉപയോഗം അതൊരു പ്രഡിക്ഷനാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. അത് കുറച്ച് ഡിഫറൻ്റ് ആണ്, പക്ഷേ ഫ്യൂച്ചറിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഐ ആം നോട്ട് ഹംഗ്രി, സോ ഐ വിൽ ജസ്റ്റ് ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ്. ഐ ആം നോട്ട് ഹംഗ്രി, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് ഞാനൊരു ഓറഞ്ച് ജ്യൂസ് മാത്രം കഴിക്കാം. ഇതും വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, പക്ഷേ ആ സമയത്ത് നമുക്ക് വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഐ ആം നോട്ട് ഹംഗ്രി, ഐ വിൽ ജസ്റ്റ് ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ്. എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മാത്രം മതി. അത് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യം, ഇനി വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആണ് എങ്കിലും അത് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയാം. കാരണം ഒരുപാട് നാൾ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ അല്ല, പെട്ടെന്ന് വരാൻ അപ്പോൾ തന്നെ എടുക്കുന്ന അതൊരു ഡിസിഷനാണ്. ഇനി വരാൻ പോകുന്ന ആ ഒരു സമയത്ത് ഐ വിൽ ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ്. ഐ വിൽ ഹാവ്, വില്ലാണ് അവിടെ ഉപയോഗിച്ചത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി. ഐ വിൽ സെൻഡ് യു ഓൾ ദ ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. ഐ വിൽ സെൻഡ് യു, ഞാൻ നിനക്ക് അയക്കാം എല്ലാ ഡീറ്റെയിൽസും ഇമെയിലിൽ കൂടി. ഐ വിൽ സെൻഡ് യു ഓൾ ദ ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. ഇവിടെ ഐ വിൽ സെൻഡ് യു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്കൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, അതും ഫ്യൂച്ചർ തന്നെയാണ്, പക്ഷേ ഞാനൊരു പ്രോമിസ് കൊടുക്കുകയാണ്. ഐ വിൽ സെൻഡ് യു ഓൾ ദ ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. അപ്പോൾ വിൽ സെൻഡ്, വിൽ അവിടെ ഉപയോഗം നോക്കൂ. ഇനി നമുക്ക് വുഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? വുഡ് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കാം. വിൽ എന്ന മോഡൽ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ തായ്ലൻഡിലേക്ക് പോകുന്നു, ടിക്കറ്റൊക്കെ റെഡിയാണ്, നാളെ എത്തും എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ നാളെ രാത്രി 8 മണി എന്ന് പറഞ്ഞത് അവിടെ എത്തിയില്ല. ആ സമയത്ത് നാളെ 8 PM എന്ന് പറഞ്ഞത് അവിടെ എത്താൻ സാധിച്ചില്ല. അപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് 2 AM അവിടെ എത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയ ശേഷം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, രാത്രി 8 PM അവിടെ എത്താൻ പറ്റിയില്ല, എത്തിയത് 2 AM വെളുപ്പിനാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, പാസ്റ്റിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചു രാത്രി 8 മണിക്ക് ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് പാസ്റ്റിലെ കാര്യമല്ലേ. വി തോട്ട് വി വുഡ് ബി ഹിയർ ബൈ 8 PM. വി വുഡ് ബി ഹിയർ ബൈ 8 PM. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു എന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുകയാണ്. വി തോട്ട് വി വുഡ് ബി ഇൻ തായ്ലൻഡ് ബൈ 8 PM. വി വുഡ്, അവിടെ വുഡ് ഉപയോഗിച്ചു. വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് അവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല, പക്ഷെ നമ്മളത് ആലോചിക്കുകയാണ്. ഇനി പാസ്റ്റിലെ ചില കോൺവെർസേഷൻസ് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഒരാൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ വേറൊരാളോട് പറയുന്നു, പാസ്റ്റിലെ ഒരു കാര്യം, അവിടെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. റെസ്റ്റോറൻറ്റിൽ പോയ കാര്യം പറഞ്ഞല്ലോ, അവിടെ വെച്ചിട്ട് ഐ വിൽ ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു കാര്യം നമ്മൾ വേറൊരാളോട് പറയുന്നു.
ഞാൻ അത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് മാത്രം മതിയെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഐ വാസൻറ്റ് ഹംഗ്രി. ഇത് ഞാൻ വേറൊരാളോട് പറയുന്നതാണ്, കഴിഞ്ഞു പോയൊരു കാര്യത്തെപ്പറ്റി. ഐ വാസൻറ്റ് ഹംഗ്രി, സോ ഐ സെഡ് ഐ വുഡ് ജസ്റ്റ് ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ്. സോ ഐ സെഡ് ദാറ്റ് ഐ വുഡ് ജസ്റ്റ് ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ്. ഞാനതുകൊണ്ട് എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മാത്രം മതിയെന്ന് പറഞ്ഞു. അവിടെ വുഡാണ് യൂസ് ചെയ്തത്. ആദ്യം പറഞ്ഞ വിൽ ഉപയോഗിച്ചപ്പോൾ അതൊരു പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു, അത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു കഴിഞ്ഞു പോയ കാര്യം വേറൊരാളോട് പറയുകയാണ്. മനസ്സിലായില്ലേ? ഇനി വേറൊരു സെൻറ്റൻസ്. വിൽ ഉപയോഗിച്ച് നമ്മൾ ഒരു ഇമെയിൽ അയക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് വുഡ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഷീ സെഡ് ഷീ വുഡ് സെൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. അവൾ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു അവൾ എല്ലാ ഡീറ്റെയിൽസും ഇമെയിൽ അയച്ചു തരാമെന്ന് അവൾ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും മറ്റൊരാളോട് പറയുകയാണ്. ഷീ സെഡ് ഷീ വുഡ് സെൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. എല്ലാ ഡീറ്റെയിൽസും ഇമെയിൽ വഴി അയച്ചു തരാമെന്ന് അവൾ പറഞ്ഞു എന്ന് നമ്മൾ വേറൊരാളോട് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ വുഡ് ഉപയോഗിച്ചു. ഇപ്പോൾ നമുക്ക് വിൽ ആൻഡ് വുഡ് ഇത് രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള യൂസ് എന്താണെന്ന് മനസ്സിലായി. ഇനി കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള യൂസസ് വുഡിൻ്റെയും വില്ലിൻ്റെയും നമുക്ക് പഠിക്കാം. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഒരു കണ്ടീഷൻ, ഈ കാര്യം ശരിയാവുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കും എന്ന് പറയില്ലേ? അത്തരം സെൻറ്റൻസുകൾക്കാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. ഇത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ കുട കൊണ്ടുവരും. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ബ്രിങ് ആൻ അംബ്രല്ല. ഞാനൊരു കുട എടുക്കും. എന്താണെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ, അത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഐ വിൽ ബ്രിങ് ആൻ അംബ്രല്ല എന്നാണ് പറയുന്നത്. വില്ലിൻ്റെ ഉപയോഗം നോക്കൂ. വേറൊരു സെൻറ്റൻസ്. ഇഫ് റോഹൻ സ്റ്റോപ്സ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഹിസ് ഗ്രേഡ്സ് വിൽ ഇംപ്രൂവ്. റോഹൻ വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഹിസ് ഗ്രേഡ്സ് വിൽ ഇംപ്രൂവ്. അവൻ്റെ ഗ്രേഡ്സ് ഒക്കെ ഇംപ്രൂവ് ആവും, മെച്ചപ്പെടും. ഇതും ഒരു കണ്ടീഷനാണ്. അവൻ്റെ ഗെയിംസ് കളിക്കലൊക്കെ അവൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെ സംഭവിക്കാം. ഇങ്ങനെ ചെയ്താൽ, ഈ ഒരു കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിലെ ഒരു പോസിബിലിറ്റിയാണത്. ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത് നമ്മൾ? ഒരു കാര്യം നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ രോഹൻ എപ്പോഴും ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അവന് ഗ്രേഡ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നമുക്ക് വിൽ ഉപയോഗിക്കാം. അത് ഇത്തരം സെൻറ്റൻസുകളെ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ്. ഇതെല്ലാം റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നത്. ഇനി നമുക്ക് ഒരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ റോഹൻ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവൻ സ്റ്റോപ്പ് ചെയ്യുന്ന ലക്ഷണമൊന്നുമില്ല, അവൻ അതുപോലെ തന്നെ പോകും. അത് നമുക്കറിയാം, അത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, റോഹൻ ഗെയിംസ് കളിക്കലൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ അവന് നല്ല ഗ്രേഡ്സ് കിട്ടിയേനെ എന്ന്. അത് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷെ അവൻ്റെ ആ ഒരു ഗെയിംസ് കളിക്കലൊക്കെ കാണുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ലക്ഷണവുമില്ല, അതിങ്ങനെ തന്നെ പോകും. അതൊരിക്കലും, പക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവന് നല്ല ഗ്രേഡ്സ് കിട്ടിയേനെ എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അതൊരു അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ്, പോസിബിൾ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പറയാം, ഇഫ് റോഹൻ സ്റ്റോപ്പ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഹിസ് ഗ്രേഡ്സ് വുഡ് ഇംപ്രൂവ്. ഇത് നമ്മൾ ഒരു അൺറിയൽ സിറ്റുവേഷനാണ്, നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അവൻ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ ഗ്രേഡ്സ് ഇംപ്രൂവ് ചെയ്തേനെ എന്ന്. അപ്പോൾ അവിടെ വുഡാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, വിൽ ഉപയോഗിച്ച് നമ്മൾ ഈ സെൻറ്റൻസ് പറഞ്ഞു, പക്ഷേ വിൽ ഉപയോഗിക്കുമ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഹോപ്പൊന്നുമില്ല, നമ്മളതൊരു അൺറിയൽ സിറ്റുവേഷനാണ്, അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അത് പോസിബിൾ അല്ല, അൺറിയൽ സിറ്റുവേഷനാണ്, ഇമാജിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. വിൽ ഉപയോഗിക്കുമ്പോൾ പോസിബിൾ ആണ്, വുഡ് ഉപയോഗിക്കുമ്പോൾ അത് പോസിബിൾ അല്ല, ഇമാജിനറി ആണ്. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ ഓൾ ഓവർ ദ വേൾഡ്. എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകം മുഴുവൻ പറന്നേനെ.
പറന്ന് നടന്നേനെ എന്നാണ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് വിങ്സ്, നോക്കൂ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഹാഡ് എന്ന് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഐ വുഡ് ഫ്ലൈ എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇത് അവിടെ വുഡ് ഉപയോഗിക്കുന്നത് അതൊരു അൺറിയൽ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, ഇമാജിനറി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അല്ലാതെ അത് ഒരു വരാനിരിക്കുന്ന കാര്യമോ അതല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമോ അല്ല, അതൊരു അൺറിയൽ ഇമാജിനറി സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒരു ചിറകുണ്ടാവുക, നമുക്ക് ലോകം മുഴുവൻ പറന്നു നടക്കാൻ കഴിയുക എന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റൂ, അത് സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ ഓൾ ഓവർ ദ വേൾഡ്. അതുപോലെ തന്നെ ഇഫ് റോഹൻ സ്റ്റോപ്ഡ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഹിസ് ഗ്രേഡ്സ് വുഡ് ഇംപ്രൂവ്. ഇതൊക്കെ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ആണ്, ഇമാജിനറി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അവിടെ വുഡിൻ്റെ ഉപയോഗം അത് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല അവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഇമാജിനറി സിറ്റുവേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. ഇനി വേറെ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് കൂടി നമുക്ക് പഠിക്കാം, അത് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഇത് പാസ്റ്റ് കണ്ടീഷൻസിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് റോഹൻ്റെ കാര്യം തന്നെ എടുക്കാം. റോഹൻ വീഡിയോ ഗെയിംസ് കളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തില്ല, അവൻ്റെ ഗ്രേഡ്സ് ഒന്നും ഇംപ്രൂവ് ആയില്ല, അത് കഴിഞ്ഞുപോയി, എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഗ്രേഡ്സ് ഒന്നും നല്ല ഗ്രേഡ്സ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞുപോയി പാസ്റ്റിൽ. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ പറയുകയാണ്, ഇഫ് റോഹൻ ഹാഡ് സ്റ്റോപ്ഡ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഹിസ് ഗ്രേഡ്സ് വുഡ് ഹാവ് ഇംപ്രൂവ്ഡ്. റോഹൻ വീഡിയോ ഗെയിംസ് കളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ ഗ്രേഡ്സ് ഒക്കെ മെച്ചപ്പെടുമായിരുന്നു. ഇത് കഴിഞ്ഞുപോയ കാര്യമാണ്, ഗ്രേഡ്സ് ഇംപ്രൂവ് ആയില്ല, അവൻ നന്നായിട്ട് പഠിച്ചില്ല, ഗ്രേഡ്സ് ഇംപ്രൂവ് ആയില്ല എന്ന കാര്യമാണ് റിയൽ ആയിട്ട് നടന്ന കാര്യം. പക്ഷേ നമ്മൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളൊരു കാര്യം പറയുകയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ അവനിങ്ങനെ കിട്ടുമായിരുന്നു എന്ന്. അതാണ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഈ തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് പാസ്റ്റ് കണ്ടീഷൻസ് പറയുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവിടെ വുഡിൻ്റെ ഉപയോഗം ഉണ്ട്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇഫ് നീന ഹാഡ് ഗോൺ ടു ലോ സ്കൂൾ ഷീ വുഡ് ഹാവ് ബിക്കം എ ലോയർ. നീന ലോ സ്കൂളിൽ പോയിരുന്നെങ്കിൽ അവൾ ഒരു ലോയർ ആയേനെ എന്ന്. ഇത് ഒരു പാസ്റ്റിലെ കാര്യത്തെപ്പറ്റി നമ്മൾ പറയുന്നത്. നീന ലോ സ്കൂളിൽ പോയില്ല, അവൾ വേറെ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ്, അവൾ ലോ സ്കൂളിൽ പോയിരുന്നെങ്കിൽ അവൾ ഒരു വക്കീലാകുമായിരുന്നു. നടക്കാൻ പോകുന്നില്ല ഇനി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു പാസ്റ്റിലെ കാര്യത്തെപ്പറ്റി നമ്മൾ പറയുകയാണ്. നീന വുഡ് ഹാവ് ബിക്കം. നോക്കൂ വുഡിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതാണ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിൽ ഉപയോഗിക്കുന്നത് പോസിബിളായിട്ടുള്ള റിയൽ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണ്. അതേസമയം വുഡ് ഉപയോഗിക്കുന്നത് ഇമാജിനറി സിറ്റുവേഷൻസ്, ഇമാജിനറി കണ്ടീഷൻ. അപ്പോൾ ഇവിടെയും വുഡിൻ്റെ ഉപയോഗമുണ്ട്. ഇനി നമുക്ക് വേറെ ചില ഉപയോഗങ്ങൾ നോക്കാം. വുഡ് ഉപയോഗിക്കുന്നത് ചില എക്സ്പ്രഷൻസിൻ്റെ ഒപ്പം, പൊളൈറ്റ് എക്സ്പ്രഷൻസിൻ്റെ ഒപ്പം വുഡ് ഉപയോഗിക്കാം. പൊളൈറ്റായിട്ട് ചില എക്സ്പ്രഷൻസ്, പൊളൈറ്റായിട്ടുള്ള റിക്വസ്റ്റുകളുണ്ട്, പൊളൈറ്റായിട്ടുള്ള പെർമിഷൻ ചോദിക്കലുണ്ട്, പൊളൈറ്റായിട്ട് നമ്മൾ ഓഫേഴ്സ് കൊടുക്കലുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വുഡിൻ്റെ ഉപയോഗം ഉണ്ട്. പക്ഷേ ഇത്തരം എക്സ്പ്രഷൻസിലൊന്നും നമുക്ക് വിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ എക്സ്പ്രഷൻസ് നോക്കാം. വുഡ് യു മൈൻഡ്, അതൊരു എക്സ്പ്രഷനാണ് വുഡ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ്. ഇത് വളരെ പൊളൈറ്റായിട്ട് നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് വുഡ് യു മൈൻഡ്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വുഡ് യു മൈൻഡ് ലെൻഡിങ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ING ഫോം ഓഫ് എ വേർബാണ്. വുഡ് യു മൈൻഡ് ലെൻഡിങ്, വുഡ് യു മൈൻഡ് ഗിവിങ്, വുഡ് യു മൈൻഡ് ഗോയിങ്, വുഡ് യു മൈൻഡ് സിംഗിങ്. ഇങ്ങനെ ING ഫോം ഓഫ് ദ വേർബാണ് വുഡ് യു മൈൻഡ് എന്ന ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. പൊളൈറ്റായിട്ടുള്ള റിക്വസ്റ്റാണ് ഇത്. ഇനി ഒരു പെർമിഷൻ എടുക്കുന്നതിന്, അത് പെർമിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ പൊളൈറ്റായിട്ടുള്ളൊരു പെർമിഷൻ എടുക്കുന്നതിനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. അത് എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ നോക്കൂ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് എ ലിറ്റിൽ ഏർലി ടുമാറോ. നാളെ കുറച്ച് നേരത്തെ പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് എ ലിറ്റിൽ ഏർലി ടുമാറോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഇഫ്, അത് കഴിഞ്ഞിട്ട് ഇഫ് ഐ ലെഫ്റ്റ് എന്നത് ഒരു വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ്. ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ എടുക്കലാണ്. പക്ഷേ അവിടെ നമ്മൾ ലെഫ്റ്റ്
പാസ്റ്റ് ടെൻസ് V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ലീവ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ലെഫ്റ്റ്. അത് ശ്രദ്ധിക്കണം. ഇഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചറിലെ കാര്യം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് എ ലിറ്റിൽ ഏർലി ടുമാറോ. ഇനി നമുക്ക് വുഡ് യു മൈൻഡ് എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ ലെഫ്റ്റ് എ ലിറ്റിൽ ഏർലി ടുമാറോ എന്നും ചോദിക്കാം. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ്, അതും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇനി വളരെ കോമൺ ആയിട്ട് വുഡ് ഉപയോഗിച്ചുള്ള ഒരു എക്സ്പ്രഷനാണ് വുഡ് യു ലൈക്ക്. ഇത് ഓഫേഴ്സ്. നമ്മൾ മറ്റുള്ളവരോട് ഒരു ഓഫർ ചെയ്യുമ്പോഴാണ് വുഡ് യു ലൈക്ക് എന്ന് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് സം മോർ മിൽക്ക് ഇൻ യുവർ കോഫി. നിങ്ങളുടെ കോഫിയിൽ കുറച്ചുകൂടി പാൽ വേണോ എന്നാണ്. വുഡ് യു ലൈക്ക് സം മോർ മിൽക്ക് ഇൻ യുവർ കോഫി. വുഡ് യു ലൈക്ക്, അത് നമ്മളൊരു ഓഫർ ചെയ്യുക, നിങ്ങൾക്ക് വേണോ എന്ന് ഓഫർ ചെയ്യുന്നതാണ്. അത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ ചെയ്യലാണ്. വുഡ് യു ലൈക്ക് ടു കം അലോങ് വിത്ത് അസ്. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ, അതും ഒരു ഓഫറാണ്. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ. വുഡ് യു ലൈക്ക് ടു കം അലോങ് വിത്ത് അസ്. വുഡ് യു ലൈക്ക് മീ ടു ഗിവ് യു എ ഗിഫ്റ്റ്. വുഡ് യു ലൈക്ക് മീ ടു ഗിവ് യു എ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതിൽ വിരോധമുണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതിൽ എന്നാണ് അവിടെ മീനിങ്. വുഡ് യു ലൈക്ക് മീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. വുഡ് യു ലൈക്ക് ഹിം ടു ഗിവ് യു എ ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതിൽ വിരോധമുണ്ടോ. അത് വുഡ് യു ലൈക്ക്, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. വുഡ് യു ലൈക്ക് മീ, വുഡ് യു ലൈക്ക് ഹിം എന്നൊക്കെ അവിടെ ഉപയോഗിക്കണം. അത് എന്താണ് അതിൻ്റെ മീനിങ് അനുസരിച്ച്. വുഡ് യു ലൈക്ക് മീ ടു കം വിത്ത് യു. നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നതിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അവിടെ വുഡ് യു ലൈക്ക്, അവിടെയും വുഡിൻ്റെ ഉപയോഗം ഉണ്ട്. ഇനി നമ്മൾ പറയാറുണ്ട് സാധാരണ ഐ വാണ്ട് അനദർ ബിസ്ക്കറ്റ് പ്ലീസ് എന്ന് പറയാം. ഐ വാണ്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി വേണം എന്നല്ലേ അതിൻ്റെ മീനിങ്. പക്ഷേ ഈ വാണ്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു പൊളൈറ്റ്നെസ് ഇല്ല. അതിന് പകരം നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് അനദർ ബിസ്ക്കറ്റ് എന്ന് പറയാം. ഐ വുഡ് ലൈക്ക് ടു ഹാവ്. ഐ വുഡ് ലൈക്ക് എന്ന് ഉപയോഗിക്കുമ്പോൾ വാണ്ട് എന്നതിന് പകരം ഉപയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ പൊളൈറ്റ്നെസ് വന്നു. ഐ വുഡ് ലൈക്ക് ടു ബൈ എ വെഡ്ഡിങ് പ്രസൻറ്റ് ഫോർ മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് വാങ്ങുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബൈ എ വെഡ്ഡിങ് ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെയൊക്കെ പൊളൈറ്റ് എക്സ്പ്രഷൻസിന് വേണ്ടി വുഡ് ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ ഒന്നും വിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഐ വുഡ് ലൈക്ക്, വുഡ് യു മൈൻഡ് എന്നൊക്കെ ചോദിക്കുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസാണ്. അവിടെ വില്ല് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ വിൽ ആൻഡ് വുഡ് ഈ രണ്ട് മോഡൽ വേർബ്സും ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായി ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ടെസ്റ്റ്.